ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മാലിദ്വീപിൽ നിന്നൊരു വാർത്ത വന്നു. അതായത് അവിടുത്തെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഇന്ത്യയിൽ അയക്കാനുള്ള പരമാവധി ഡോളർ 150 കുറച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 13,000 രൂപ കഷ്ടിച്ച് ഇന്ത്യയിലേക്ക് ഓരോ മാസവും അയക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് അവർ പണം അയച്ചുകൊണ്ടിരുന്നത്. പണ്ടത് 2013 $500 ആയിരുന്നു. 2023 ആയപ്പോൾ $400, ഇപ്പോൾ $150. അപ്പോൾ അവർ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു മാസത്തെ ചെലവിന് പോലും തികയാത്ത രീതിയിൽ 13,000 രൂപ അയച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇനി ഈ സൂത്രപ്പണിയിലൂടെയൊക്കെ ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരുന്ന ഏജന്റുമാരുണ്ടല്ലോ, അവരുടെ സഹായം തേടേണ്ട അവസ്ഥയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തിനാണ് ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയത് നമുക്കറിയില്ല. കാരണം വിദേശ നാടുകളിൽ നിന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മൾ സർവാത്മന സ്വാഗതം ചെയ്യുന്ന കലാപരിപാടിയാണ്. എന്നാൽ ഈ മാലിദ്വീപിലെ പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കാനുള്ള റെസ്ട്രിക്ഷൻ വന്നത് അവർ വല്ലാതെ കുഴക്കിയിരിക്കുകയാണ്. പ്രതിസന്ധിയിലാണ് അവരൊക്കെ തന്നെ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇടപെടണമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെടണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. എന്നാലും ഇത് യുക്തിപൂർവ്വമല്ലാത്തൊരു തീരുമാനമാണെന്ന് നമുക്ക് ബേസിക്കലി തോന്നുകയാണ്. അപ്പോൾ ഇതിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ തീരുമാനം പിൻവലിക്കണമെന്നാണ് 24-നോട് പറയാനുള്ളത്. 24-ന് പറയാനുള്ള കാര്യം അധികാരികളുടെ ചെവിയിലെത്തുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ പ്രൈം ടൈം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഹലോ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചന വരുന്നു. കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഈഞ്ചക്കൽ, അതായത് തിരുവനന്തപുരത്തുള്ള ഈഞ്ചക്കലിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. SIT ചോദ്യം ചെയ്യൽ തുടരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലാണ് അദ്ദേഹം ഇപ്പോൾ. സന്നിധാനത്തും SITയുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നോട്ടീസ് നൽകാതെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ 24-നോട് പറഞ്ഞു. നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ല. ഇയാളെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടെന്ന് മാത്രം വീട്ടുകാർ വിളിച്ചറിഞ്ഞു. ദർ ഇസ് നോ ഇൻഫർമേഷൻ വേർ ഹി ഹസ് ഗോൺ, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഹിം. ഒരു നോട്ടീസ് വിഷയമില്ല, വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടുപോയി അത്ര തന്നെ. നോട്ടീസ് വിഷയമില്ല, ഒരു കുന്തവും അന്വേഷിച്ചില്ല. നത്തിങ് ഹാസ് ഹാപ്പൻ. ഇനി പോലീസ് കസ്റ്റഡി വെച്ച വല്ല നോട്ടീസും അല്ല അയാളെ ഒപ്പിട്ട് മാടിച്ചെങ്കിലേ ഉള്ളൂ. സോ ഫാർ വി ഹാവ് നോ ഐഡിയ. പോലീസ് പിടിച്ചോണ്ടെന്ന് പറഞ്ഞ ഒരാൾ പിടിച്ചോണ്ടുപോയി, അതിനെപ്പറ്റിയുള്ള വേറെ ബോട്ട്സ് നമ്മൾ അറിയണ്ടേ? പോലീസാണോ ഇനി വേറെ വല്ലവരാണോ പിടിച്ചോണ്ടെന്ന് ആർക്കറിയാം? ഞങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷൻ ഇല്ല സോ ഫാർ. ഇനി ഉണ്ടെങ്കിലേ ഉള്ളൂ. ക്രൈംബ്രാഞ്ചിൻ്റെ തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലുള്ള ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യുന്നതെന്നാണ് നമുക്കറിയുന്ന വിവരം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. റിനു, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ശബരിമല സന്നിധാനത്തും പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ശബരിമലയിലും അതുപോലെ ഈഞ്ചക്കലിലും പാരലായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണോ SIT ഇപ്പോൾ നടത്തുന്നത്? ഇന്ന് രാവിലെയോട് കൂടിയാണ് തിരുവനന്തപുരം കല്ലറയിലെ വീട്ടിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT കസ്റ്റഡിയിലെടുത്തത്. 12 മണിയോടുകൂടി കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ SIT നൽകുന്ന വിവരം. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈഞ്ചക്കൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈഞ്ചക്കലിലെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരവും. പ്രധാനപ്പെട്ട 2 കേസുകളാണ് ഇയാൾക്കെതിരെ എടുത്തിട്ടുള്ളത്. ഈ സ്വർണ്ണപ്പാളി, അതായത് കട്ടളപ്പാളി ബന്ധപ്പെട്ടുള്ള കേസ്, മറ്റൊന്ന് വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്. ഈ 2 കേസിലും അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ്. SP ബിജോയ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈഞ്ചക്കലിലെ ഓഫീസിന് തൊട്ട് മുന്നിലാണ്. ഏകദേശം 4-5 മണിക്കൂറുകൾ പിന്നിടുന്നു ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം, നൽകാൻ കഴിയുന്ന വിവരം. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള വിവരവും ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റാന്നി കോടതിയിലേക്ക് നാളെയോടുകൂടി കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ, സന്നിധാനത്തുൾപ്പെടെ നടത്തിയ പരിശോധനകളിൽ സമാഹരിച്ച തെളിവുകൾ കൂടി മുന്നിൽ നിരത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം, പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ 39 ദിവസം ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വർണ്ണപ്പാളി എവിടെയായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്ത 39 ദിവസം അതിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചറിയുന്നത് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ തമ്പടിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയത്. ഇതേസമയം സന്നിധാനത്തും ശശിധരൻ SP യുടെ നേതൃത്വത്തിലുള്ള പരിശോധന അവസാനിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാത്രിക്ക് ശേഷം അല്ലെങ്കിൽ നാളെ
പുലർച്ചയോടുകൂടി അദ്ദേഹം കൂടി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു അറസ്റ്റിലേക്ക് പോവുക. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മെഡിക്കൽ പരിശോധന, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കസ്റ്റഡിയിൽ വെക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ മെഡിക്കൽ പരിശോധന ഹാജരാക്കും. ഫോർട്ട് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലോ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ കസ്റ്റഡിയിൽ സൂക്ഷിക്കുക എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 2 കേസുകൾ പ്രധാനമായി എടുത്തിട്ടുണ്ട്. ഈ 2 കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ശബരിമല സന്നിധാനത്തും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SITയുടെ പരിശോധന നടക്കുകയാണ്. AV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, അവിടെ നടക്കുന്ന പരിശോധനയും തിരുവനന്തപുരത്തെ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്ന പരിശോധനയും തമ്മിൽ എന്തെങ്കിലും ഇപ്പോഴത്തെ ബന്ധം കാണാൻ കഴിയുമോ? SP ശശിധരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ഇപ്പോഴും പരിശോധനകൾ തുടരുന്നുണ്ട്. ഈ ഉച്ചയോടുകൂടിയാണ് SP ശശിധരനും സംഘവും സന്നിധാനത്ത് എത്തിയത്. അതിനുശേഷം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സംഘം ശേഖരിക്കുകയും ചെയ്തു. ഈ രേഖകൾ ഇപ്പോഴും സന്നിധാനത്ത് വെച്ച് സംഘം പരിശോധിക്കുന്നു എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് വൈകിട്ടോടുകൂടി മലയിറങ്ങാനായിരുന്നു SP ശശിധരന്റെ തീരുമാനം. പക്ഷേ ആ തീരുമാനം മാറ്റി. ഇനി നാളെ രാവിലെ മാത്രമായിരിക്കും SP-യും സംഘവും മലയിറങ്ങുക എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. രാത്രി ഇപ്പോൾ 8:30 പിന്നിട്ടിരിക്കുന്നു. ഇനി കാനനപാതയിലൂടെ പമ്പയിലേക്ക് എത്തുക എന്നത് കുറച്ചധികം അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ആയിരിക്കും SP-യും സംഘവും മലയിറങ്ങുക. എന്തായാലും ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് 2019 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രധാന ഇടനിലക്കാരനായുണ്ട്. അവിടെ ഒരു അവതാരമായി വരുന്നത് 2019 കാലത്താണ്. ആ കാലഘട്ടം മുതൽ ഉള്ള ചില രേഖകൾ ഈ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചതിനപ്പുറം ചില വിവരങ്ങൾ ഈ SITക്ക് ലഭിച്ചു എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ആ രേഖകളൊക്കെയായി SP ശശിധരൻ മലയിറങ്ങും. അതിനുശേഷമായിരിക്കും, പമ്പയിൽ എത്തിയതിനു ശേഷമായിരിക്കും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ആലോചന ഉണ്ടാവുക. നിലവിൽ പോലീസ് ആസ്ഥാനത്ത് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ SIT സംഘത്തിൻ്റെ ഈ ചോദ്യം ചെയ്യൽ നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ ശശിധരൻ SP എത്തിയതിനു ശേഷം ആയിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് പ്രാഥമികമായി SIT സംഘത്തിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് എത്താൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അറസ്റ്റ് രേഖപ്പെടുത്തി പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന് AR ക്യാമ്പിലോ ഇല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസിലോ വെച്ച് പ്രാഥമികമായി ചോദ്യം ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക എന്നൊരു തീരുമാനം. അങ്ങനെ 2 ഓപ്ഷനുകളാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലവിലുള്ളത്. എന്തായാലും നാളെ രാവിലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയുള്ളൂ. SP ശശിധരൻ അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹം തിരിച്ചെത്തുന്നതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. എന്തായാലും സന്നിധാനത്ത് നിർണായക പരിശോധനയാണ് SIT സംഘം പൂർത്തീകരിച്ചത്. ഇപ്പോൾ രേഖകളും മറ്റും SP ശശിധരന്റെ നേതൃത്വത്തിൽ AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. രോഹിത് മേനോൻ പറഞ്ഞ SKN ഒരു ബേസിക് റിസർച്ച് ഇല്ലാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്ന് ചോദിക്കുന്നു. ഗവൺമെൻറ് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നാണ് രോഹിത് മേനോൻ പറയുന്നത്. ഷിബു തോമസ് പറയുന്നത് SKN ഇപ്പോൾ 2 കൈയും കോട്ടിലിട്ട് പിരിച്ചു നടന്നപ്പോൾ ജഗദീഷിനെ ഓർത്തുപോയി എന്നാണ് പറയുന്നത്. പാവം ജഗദീഷിനെ വിട്ടേക്ക്, അദ്ദേഹം നല്ല തിരക്കിലാണ് ഇപ്പോൾ. പോരാങ്കി അത്യാവശ്യം പടങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അബൂബക്കർ ഇബ്രാഹിം പറയുന്നത് ഗുജറാത്ത് മന്ത്രിസഭ പ്രതിസന്ധിയിലാണ്. മലയാളത്തിലെ ഒരു ചാനലും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. നമ്മുടെ പ്രതിനിധി ബ്യൂറോയോട് ഈ കാര്യം അന്വേഷിക്കാൻ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ പ്രൈം ടൈമിൽ തന്നെ ഗുജറാത്തിലെ മന്ത്രിസഭ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. താങ്കൾ കാത്തിരുന്നുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷം കോൺഗ്രസ് സംഘടിപ്പിച്ച 4 മേഖലാ ജാഥകൾ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം തുടരുകയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം ഉണ്ടായിന്ന്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെയുള്ള കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രകൾ നാളെ ചെങ്ങന്നൂരിൽ സംഗമിക്കും. 18-ന് പന്തളത്താണ് സമാപനം. ശബരിമല വിഷയത്തിൽ BJP ചിത്രത്തിലില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. BJP ഇല്ലല്ലോ പിക്ചറിൽ. BJP ഒരു ഷോ വർക്ക് മാത്രമായിട്ട് മാറി. ഒരു ആവേശവും തവണ ഇല്ല. ഇപ്പൊ ഒരു വിശ്വാസവും ഇല്ല അവർക്ക്. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ശരണം വിളിച്ചായിരുന്നു പ്രതിഷേധം. ദേവസ്വം മന്ത്രിയെ രാജിവെപ്പിച്ചില്ലെങ്കിൽ കേന്ദ്രത്തെ സമീപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വാസവൻജിന്റെ രാജി വെപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗവർണറിന് പരാതി കൊടുത്തിട്ടുണ്ട്. CBI അല്ലെങ്കിൽ ED വന്ന് ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. സംസ്ഥാനത്ത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം മോഷണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കുടങ്ങളുടെ കൈയിട്ട്
നക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസം ബ്രാഹ്മണ സമൂഹത്തിനെതിരെ നടത്തിയ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളി ഖേദം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് 24. ജയശങ്കർ എസ്കെൻ, സ്വർണ്ണക്കേസ് ജനങ്ങളുടെ വൈകാരിക പ്രശ്നമാണ്. പോറ്റിയുടെ വക്കീല് അജിത്ത് സൂക്ഷിച്ച് സംസാരിക്കുന്നതായിരിക്കും. ശാസ്ത്രമംഗലം അജിത് കുമാർ വളരെ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു അഭിഭാഷകനാണ്, നമ്മുടെ ഒരു അടുത്ത സുഹൃത്തും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടല്ല അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നത്, ഇതിൻ്റെ രീതി അങ്ങനെയാണ്. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ കാര്യമാണ് ഗുജറാത്തിലെ പ്രശ്നം. ഗുജറാത്ത് മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി മുഖ്യമന്ത്രി ഒഴികെ എല്ലാ മന്ത്രിമാരും രാജിവെച്ചു. 16 അംഗ മന്ത്രിസഭ 26 ഉയർത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന. നിലവിലെ ചില മന്ത്രിമാരെ നിലനിർത്തി ബാക്കി പുതുമുഖങ്ങളെ ഉൾപ്പെടുത്താനാണ് സാധ്യത. നാളെ രാവിലെ 11 മണിക്ക് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഗുജറാത്തിൽ BJPക്കകത്ത് രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഫലമായാണ് ഉടനടിയുള്ള മന്ത്രിസഭാ പുനഃസംഘടനയെന്നാണ് സൂചന. മുഖ്യമന്ത്രി ഒഴികെ 16 മന്ത്രിമാരും രാജിവെച്ചു. നിലവിലെ മന്ത്രിസഭയിലെ 7 പേരെ നിലനിർത്തി. അവശേഷിക്കുന്ന മന്ത്രിപദങ്ങളിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് ഒരുങ്ങുന്നത്. യുവാക്കളുടെയും വനിതകളുടെയും SC/ST OBC വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. മന്ത്രിസഭ 26 അംഗങ്ങളായി വികസിപ്പിക്കുമെന്ന് വിവരമുണ്ട്. നാളെ ഗാന്ധിനഗറിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും പങ്കെടുക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 2 വർഷവും 2 മാസവും അവശേഷിക്കെ ഭരണവിരുദ്ധ വികാരവും നിലവിലെ മന്ത്രിസഭയിലെ പല അംഗങ്ങൾക്കുമെതിരെയുള്ള പാർട്ടിയിൽ നിന്നുയർന്നുവന്ന വിമർശനങ്ങളും ഇതിലൂടെ പരിഹരിക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. 24 ഡൽഹി. വിവാദങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമിടയിൽ ആലപ്പുഴ CPM-ൽ മഞ്ഞുരുക്കം. ജി സുധാകരൻ്റെ അതിരുവിട്ട പരാമർശങ്ങൾക്ക് പിന്നാലെ അനുനയ നീക്കവുമായി നേതാക്കൾ അദ്ദേഹത്തിന് വീട്ടിലെത്തി പാർട്ടി പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചു. ജി സുധാകരനെതിരായ പരാമർശങ്ങൾ ഒഴിവാക്കാൻ നേതാക്കൾക്ക് കർശന നിർദ്ദേശവും കിട്ടി. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജി സുധാകരൻ പിന്നീട് അറിയിച്ചു. ജി സുധാകരനും CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വവുമായുള്ള തർക്കങ്ങൾ രാഷ്ട്രീയ കേരളത്തിന് പുതുമയല്ല. പക്ഷേ ഇത്ര ക്ഷുഭിതനായി പാർട്ടി നേതാക്കളെ പേരെടുത്ത് കടന്നാക്രമിച്ചത് ഇതാദ്യം. പിന്നാലെ സുധാകരനെതിരെയും ഉയർന്നു പാർട്ടി സഖാക്കളുടെ പ്രത്യാക്രമണം. H. സലാം MLA-യും ജില്ലാ സെക്രട്ടറി R. നാസറും പരസ്യമായി തള്ളിപ്പറഞ്ഞു. ഇത് തന്നെയാണ് UDF-ഉം BJP-യും നമുക്കെതിരായിട്ട് LDF-നെതിരായിട്ടും CPM-നെതിരായിട്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ ആ പ്രചരണം കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സുധാകരൻ സാഹിബിനെ പോലെ സഖാവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന പൊളിറ്റിക്കൽ ക്യാമ്പയിനെ ദുർബലപ്പെടുത്തില്ലേ? അങ്ങനെ ഒരു പാർട്ടി മെമ്പർ പ്രതികരിക്കാവോ? തർക്കങ്ങളിൽ പാർട്ടിക്ക് കൈകൊള്ളുമെന്നായി ഒടുവിൽ മഞ്ഞുരുക്കം. അനുനയത്തിന്റെ പാത വെട്ടി ജില്ലയിലെ CPIM. കേന്ദ്ര കമ്മിറ്റി അംഗം S. സുജാതയും ജില്ലാ സെക്രട്ടറി R. നാസറും ജി സുധാകരന്റെ വീട്ടിൽ. ഞായറാഴ്ച നടക്കുന്ന VS അച്യുതാനന്ദൻ കേരള പുരസ്കാരദാന ചടങ്ങിലേക്ക് ഔദ്യോഗിക ക്ഷണം. പാർട്ടി ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അടക്കം പങ്കെടുക്കുന്ന പരിപാടി. ഏറെ നാളുകൾക്ക് ശേഷമാണ് ജി സുധാകരൻ പാർട്ടി വേദിയിലേക്ക്. വീട്ടിലെത്തിയ നേതാക്കൾ സൈബർ അധിക്ഷേപ പരാതിയിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചെന്നറിയിച്ചു. നടപടിയിൽ തൃപ്തനല്ലെന്ന ജി സുധാകരൻ. എല്ലാം പരിഹരിക്കാമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ മറുപടി. വെള്ളാപ്പള്ളി നടേശനും ജി സുധാകരനെ വാനോളം പുകഴ്ത്തി. ഏതായാലും സുധാകരൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി സംശുദ്ധമായൊരു രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ്. ഇന്നും കുറേ അധികം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ട്. പൊട്ടിത്തെറിക്ക് ശേഷമുള്ള അനുനയത്തിന്റെ ഭാവി എന്താകുമെന്നാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷ. 24 ആലപ്പുഴ. ചന്ദ്രൻ ചിറയിൽ പറയുന്നു, ഗുജറാത്തിലെ രാഷ്ട്രീയ വാർത്ത 3 മണിക്കൂർ മുമ്പ് കണ്ടതാണ്. അത് ശരിയാണ് കേട്ടോ. വന്നിരുന്നു. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നത്, ഇവിടെ കോഴിക്കോട്ട് കനത്ത മഴയാണ്, ഇടിയും മിന്നലും കൂടെ ഉണ്ടാകുന്നു, പേടിയാകുന്നു. കറണ്ട് ഇപ്പോൾ പോകും എന്ന് പേടിച്ചിരിക്കുകയാണ്. ശ്രീരാജ്, നമ്മളിതൊക്കെ എത്ര കണ്ടതാ, അങ്ങനെയൊന്നും പേടിക്കണ്ട. CPIM നേതാവ് ജി സുധാകരന് എതിരായ പാർട്ടി രേഖ പുറത്തായ സംഭവത്തിൽ പാർട്ടിയെ പരാതി അറിയിച്ച ജി സുധാകരൻ റിപ്പോർട്ട് ചോർത്തിയവരെ കണ്ടെത്തി നടപടിയെടുക്കണം. വിവാദങ്ങൾക്കിടെ പഴയ റിപ്പോർട്ട് ചോർന്നതിൽ ആസൂത്രണമുണ്ടായെന്നും ജി സുധാകരൻ. റിപ്പോർട്ട് പുറത്തുവിട്ടയാളെ കണ്ടെത്തുമെന്ന ജി സുധാകരന് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉറപ്പ് നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അന്വേഷണം തുടങ്ങി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, പറയൂ. SK ഏറെ നാളുകളായി പാർട്ടി നേതൃത്വവും ജി സുധാകരനും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. അത് കഴിഞ്ഞ ദിവസം പാരമ്യതയിൽ എത്തുകയും ചെയ്തു. അത് വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു തരത്തിൽ ഒതുക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ ഇടുത്തി പോലെ മറ്റൊരു റിപ്പോർട്ട് 2021
തെരഞ്ഞെടുപ്പിൽ ജി സുധാകരനെതിരെ നടത്തിയ അച്ചടക്ക നടപടിയുടെ റിപ്പോർട്ട് പാർട്ടി രേഖ പുറത്തു വരുന്നത്. പിന്നീട് ആ സംഭവത്തിൽ വളരെ അതൃപ്തനാണ് ജി സുധാകരൻ എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ ആ അതൃപ്തിയടക്കം പരിഹരിക്കാനായാണ് ഇന്ന് പാർട്ടി നേതൃത്വം ജി സുധാകരൻ്റെ വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഔദ്യോഗികമായി എത്തുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇന്ന് നടത്തിയതിൽ ഔദ്യോഗിക പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും അതിനൊപ്പം സുധാകരൻ്റെ പരാതികൾ കേൾക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനമായി ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തോട്, ജില്ലാ സെക്രട്ടറിയോടും കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയോടും പറഞ്ഞത് ഇന്ന് പുറത്തു വന്ന പാർട്ടി രേഖ അത് പുറത്തു വന്നതിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഈ വിവാദങ്ങൾ നടക്കുന്നതിനിടെ തന്നെ അത് ആര് പുറത്തുവിട്ടു എന്നുള്ളത് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തണം. ആ പുറത്തുവിട്ടവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കണ്ടെത്താനുള്ള നടപടികൾ പാർട്ടി എടുക്കുമെന്ന് ഉറപ്പാണ് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഇന്ന് ജി സുധാകരൻ നൽകിയിരിക്കുന്നത്. ആർ നാസറുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇതിനുള്ള അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറയുന്നത്. ഒരു കാരണവശാലും ഈ രേഖ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റാരുടെയും കയ്യിൽ എത്താനുള്ള സാധ്യതകളില്ല എന്ന് ഇന്ന് രാവിലെ തന്നെ ആർ നാസർ വ്യക്തമാക്കിയതാണ്. പിന്നീട് എങ്ങനെ പാർട്ടിയുടെ കൈവശമിരിക്കുന്ന രേഖ മറ്റൊരാളുടെ കയ്യിലേക്കും പിന്നീട് അത് മാധ്യമങ്ങളിലേക്കും എത്തിയെന്നുള്ള ചോദ്യം പാർട്ടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതുതന്നെയാണ് ജി സുധാകരനും ചോദിക്കുന്നത്. എന്തായാലും ഇതെല്ലാം തന്നെയും പാർട്ടിയും അകറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആർ നാസറും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് ചോർന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. SKN. താങ്ക് യു അശ്വിൻ ബാലാഴി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഫസ്റ്റ് ഓൺ 24. കോഴിക്കോട് താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇൻഫ്ലുവൻസയെ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയയാണ് മരണകാരണം എന്നാണ് റിപ്പോർട്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മിഥില, വിശദാംശങ്ങൾ. SKN 9 വയസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയയാണ് ഈ കുട്ടിക്ക് ബാധിച്ചതെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഓഗസ്റ്റ് 14-നായിരുന്നു ഇത്തരത്തിൽ അനയെ പനിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. പിന്നീട് ആരോഗ്യനില മോശമായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റിയില്ല. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വൈകുന്നേരം മാറ്റിയെങ്കിലും അപ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായ ചികിത്സ ലഭിച്ചില്ല, അല്ലെങ്കിൽ വേഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയില്ല എന്ന ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ചികിത്സാ പിഴവ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ ഈ അനയുടെ പിതാവ് സനൂപ് ആക്രമിച്ചത്. ആ സനൂപ് ആക്രമിക്കാൻ കാരണമായി ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ ഒരു കാര്യം എന്നത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഒരു പോസ്റ്റ്മോർട്ടം പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഒരു കാര്യം തന്നെയായിരുന്നു പ്രാദേശികമായും അവിടെ ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഡോക്ടറെ ആക്രമിക്കുന്നതിന് ഒരാഴ്ച മുൻപ് ഈ കുടുംബം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ അവരടുത്ത് ആ ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കാര്യം എന്നത് അമീബിക് മസ്തിഷ്ക ജ്വരമല്ല ഈ കുട്ടിയുടെ മരണകാരണം എന്ന ഒരു കാര്യമായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ സനൂപിന്റെ മാനസിക നില വലിയ രീതിയിൽ പ്രശ്നമാവുകയും ഇത്തരത്തിൽ ഈ ഡോക്ടറെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെല്ലാം പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നും ഈ സനൂപ് ഈ വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ സനൂപ് പറഞ്ഞ ഒരു കാര്യം എന്നത് തൻ്റെ കുട്ടി മരിച്ചത് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കണം, അതുമാത്രമാണ് തനിക്ക് വേണ്ടത് എന്ന ഒരു കാര്യമായിരുന്നു. വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോൾ സനൂപ് പറഞ്ഞ ഒരു കാര്യം. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വരുമ്പോഴും എങ്ങനെയാണ് കുട്ടി മരിച്ചത് എന്ന കാര്യം വ്യക്തമാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ന്യൂമോണിയ കാരണമാണ് കുട്ടി മരിച്ചത്, അമീബിക് മസ്തിഷ്ക ജ്വരം അല്ല എന്നത്. അപ്പോഴും അവിടെ ചോദ്യചിഹ്നമാവുന്നത് ഈ കുടുംബം ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്, കൃത്യമായി കുട്ടിക്ക് ചികിത്സ ലഭിച്ചോ എന്നുള്ളതാണ്. അതിന് കൃത്യമായൊരു അന്വേഷണം വേണം എന്ന് കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ കുട്ടിയുടെ കുടുംബം എന്തുതന്നെയായാലും കോടതിയെ സമീപിക്കാൻ, അതായത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതായിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. SKN. ഓക്കെ, മിഥില ബാലൻ നിൽക്കുന്ന സ്ഥലത്ത് മഴ കനക്കുന്നുണ്ട്. അപ്പോൾ മിഥില ബാലനാണ് ഈ വിവരം നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അലി അക്ബർ പറഞ്ഞ SKN, താങ്കൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇന്ന് ഒരുപാടെന്ന് പറയുന്ന ആപേക്ഷികമാണ്. നമ്മൾ കുറേ സുഹൃത്തുക്കളുണ്ട്. എയിംസ് കേരളത്തിൽ എവിടെ സ്ഥാപിക്കണമെന്നും എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാനുള്ള അനുമതി സുരേഷ് ഗോപിയിൽ നിന്ന് വാങ്ങണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. സൗഹൃദമുണ്ട്, അഫ്കോഴ്സ്, തീർച്ചയായിട്ടും. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. ആലുവ UC കോളേജിൽ സംഘർഷമുണ്ടായി. സ്പോർട്സ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും ഫൈനൽ ഇയർ വിദ്യാർത്ഥികളും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. സ്പോർട്സ് അധ്യാപകനായ അർജുൻ എന്നയാൾക്കും 3 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റുവെന്ന് വിവരം ലഭിക്കുന്നു. രാവിലെ ഉണ്ടായ വാക്കുതർക്കം പോലീസ് ഇടപെട്ട് പരിഹരിച്ചിരുന്നു. എന്നാൽ ഇതിൻ്റെ പിന്നാലെ വൈകുന്നേരം വീണ്ടും സംഘർഷമുണ്ടായി എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ ആലുവയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടനെന്ന സൂചന. പോറ്റിയെ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SIT ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. കസ്റ്റഡി വിവരം വീട്ടുകാരെ അറിയിച്ച അന്വേഷണ സംഘം. പോറ്റിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം.
SP ശശിധരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തും പരിശോധന നടത്തി നിർണായക രേഖകൾ പിടിച്ചെടുത്തെന്നാണ് സൂചന. ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPM വീട്ടിലെത്തി കണ്ട് ജില്ലാ സെക്രട്ടറി ആർ നാസറും CS സുജാതയും ജി സുധാകരന്റെ പരാതികളിൽ എടുത്ത നടപടികൾ നേരിട്ട് ബോധ്യപ്പെടുത്തി. പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിച്ച് ജില്ലാ സെക്രട്ടറി. ക്ഷണം സ്വീകരിച്ച ജി സുധാകരൻ തനിക്കെതിരായ പാർട്ടി രേഖ ചോർത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്ന് നേതൃത്വത്തെ അറിയിച്ച ജി സുധാകരൻ. കോഴിക്കോട് താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിന് കാരണമായത് ഇൻഫ്ലുവൻസയെ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയ. കുട്ടിയുടെ പിതാവ് സനു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ചത് കുഞ്ഞിന്റെ മരണകാരണം അറിയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അർജുൻ ജീവനൊടുക്കിയ സംഭവത്തിൽ നടപടിയായി. ആരോപണ വിധേയായ അധ്യാപികയ്ക്കും HMനും സസ്പെൻഷൻ. മരണത്തിന് കാരണം അധ്യാപികയുടെ മാനസിക പീഡനമെന്ന കുടുംബവും സഹപാഠികളും. പോലീസിൽ പരാതി നൽകാൻ കുടുംബം. സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വൻ പ്രതിഷേധമുണ്ടായിന്ന് പറഞ്ഞവസാനിപ്പിച്ച വിഷയം ടീച്ചർ വീണ്ടും കുത്തിപ്പൊക്കിയെന്ന് അർജുന്റെ അമ്മാവൻ മഹേഷ് 24 എൻകൗണ്ടറിൽ. ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ തൊഴിലാളിയോട് മില്ലുടമയുടെ കൊടും ക്രൂരത. ശമ്പളം നൽകാതെ 2 കൊല്ലമായി ക്രൂര പീഡനം. തെങ്കാശി സ്വദേശി ബാലകൃഷ്ണനെ മോചിപ്പിച്ചത് നാട്ടുകാർ ഇടപെട്ട്. പൗർണമി ഫ്ലവർ മിൽ ഉടമ തുഷാന്ത് അറസ്റ്റിലായി. സ്ഥാപനം പ്രവർത്തിച്ചത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ മാനേജ്മെന്റിനെതിരെ ആഞ്ഞടിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരിന് മുകളിലാണ് മാനേജ്മെന്റ് എന്ന ധാരണയൊന്നും വേണ്ട, നിയമം ബാധകമല്ലെന്ന് ഏതെങ്കിലും മാനേജ്മെന്റ് പറഞ്ഞാൽ അംഗീകരിക്കില്ലെന്ന് വി ശിവൻകുട്ടി. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും പാലിക്കുവാൻ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധ്യതയുണ്ട്. മന്ത്രിക്ക് SDP-യുടെ സ്വരമെന്ന് BJP. RSS ശാഖയിൽ ലൈംഗിക അതിക്രമം നേരിട്ടെന്ന് കുറിപ്പെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ മരണത്തിൽ കേസെടുക്കാൻ നിയമോപദേശം. മരണമൊഴിയുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ നിർണായകമെന്ന വിലയിരുത്തൽ. കേസ് പൊൻകുന്നം പോലീസിന് കൈമാറും. DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ആരോപണ വിധേയനായ നിതീഷ് മുരളീധരന്റെ കട അടിച്ച് തകർത്ത് DYFI. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ മറ്റാരുടെയും സഹായമില്ലെന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച്. 6 സഹതടവുകാരുടെയും ജയിൽ ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. ജയിൽ ചാട്ടം ഗോവിന്ദച്ചാമിയെ അറിയിച്ചത് സഹതടവുകാരൻ തേനി സുരേഷിനെ മാത്രം. സെല്ല് മുറിക്കാൻ ഗോവിന്ദച്ചാമി ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തത. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കേരളത്തിൽ തുലാവർഷമെത്തി. മധ്യ തെക്കൻ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. അടുത്ത 4 ദിവസം മഴ കനക്കാൻ സാധ്യത. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. നാളെ 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇറക്കുമതി നയം രാജ്യത്തെ ഉപഭോക്താക്കളുടെ താൽപ്പര്യമനുസരിച്ച് മാത്രം. മോദി ട്രംപ് ഫോൺ സംഭാഷണം നടന്നിട്ടില്ലെന്നും വിദേശകാര്യ വക്താവ്. പ്രധാനമന്ത്രിക്ക് ട്രംപിനെ ഭയമെന്ന് രാഹുൽ ഗാന്ധി. ഗുജറാത്ത് മന്ത്രിസഭയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി. മുഖ്യമന്ത്രി ഒഴികെ എല്ലാ മന്ത്രിമാരും രാജിവെച്ചു. 16-അംഗ മന്ത്രിസഭ 26 ഉയർത്തുമെന്ന് സൂചന. സത്യപ്രതിജ്ഞ നാളെ. ബീഹാറിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയാതെ മഹാസഖ്യം. സീറ്റ് കച്ചവടം ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ പ്രവർത്തകരുടെ കയ്യേറ്റം. നരേന്ദ്രമോദി ഉൾപ്പെടെ 40 താരപ്രചാരകരുടെ പട്ടിക പ്രഖ്യാപിച്ച് BJP. ഛത്തീസ്ഗഡിൽ 170 മാവോയിസ്റ്റുകൾ കൂടി കീഴടങ്ങി. ഇന്നലെയും ഇന്നുമായി ആയുധം താഴെ വെച്ചത് 250-ലധികം പേർ. സംസ്ഥാനത്തെ 2 പ്രദേശങ്ങൾ നക്സൽ മുക്തമായെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായി.
ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കിയത് ഓൺലൈനായി. നിമിഷപ്രിയ കേസിലെ ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായി കേന്ദ്ര സർക്കാർ. കെ എ പോളിനെ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ. നിലവിലെ സാഹചര്യം ആശങ്കാജനകമല്ലെന്ന് അറ്റോർണി ജനറൽ. ഹർജി പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനത്തിൽ പരസ്യ എതിർപ്പുമായി ചാണ്ടിയുമ്മൻ MLA-യും. അബിൻ വർക്കിക്ക് പിന്തുണ, തന്നെയും അപമാനിച്ചെന്ന് ചാണ്ടിയുമ്മന്റെ ആരോപണം. എന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. 2, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. യൂത്ത് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി രമേശ് ചെന്നിത്തല. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറിലെത്തി പുഷ്പാർച്ചന നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. മറ്റു ചില വാർത്തകളിലേക്ക് വിശദമായി. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ മറ്റാരുടെയും സഹായമില്ല എന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിച്ചേരുന്നു. 6 സഹതടവുകാരുടെയും ജയിൽ ജീവനക്കാരുടെയും മൊഴിയെടുത്തു. ജയിൽ ചാട്ടം ഗോവിന്ദച്ചാമി അറിയിച്ചത് തന്റെ സഹതടവുകാരൻ തേനി സുരേഷിനോട് മാത്രം. സെൽ മുറിക്കാൻ ഗോവിന്ദച്ചാമി ഉപയോഗിച്ച ആയുധത്തിൽ ക്രൈംബ്രാഞ്ചിന് ഇപ്പോഴും അവ്യക്തതയുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. പറയൂ അരുൺ. SK ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയതിനു ശേഷം ക്രൈംബ്രാഞ്ച് ആദ്യം വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലാണ് പോയത്. അവിടെയാണ് നിലവിൽ ഗോവിന്ദച്ചാമി തടവിൽ കഴിയുന്നത്. അവിടെ എത്തി ഗോവിന്ദച്ചാമിയുടെ മൊഴി ഈ ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൂടി ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുന്നത്. ഇവിടെ ജയിൽ ജീവനക്കാരുടെയും അതോടൊപ്പം ഗോവിന്ദച്ചാമിക്കൊപ്പമുണ്ടായിരുന്ന 6 സഹതടവുകാരുടെയും മൊഴി വിശദമായി തന്നെ ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം ക്രൈംബ്രാഞ്ച് പൂർത്തീകരിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ ജയിലിനകത്തു നിന്നോ പുറത്തു നിന്നോ മറ്റു സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഈ ജയിൽ ചാട്ടം അതിനു മുമ്പ് ഗോവിന്ദച്ചാമി പങ്കുവച്ചത് അയാളുടെ സഹതടവുകാരനായിട്ടുള്ള തേനി സ്വദേശി സുരേഷുമായിട്ട് മാത്രമാണ് എന്ന വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മൊഴികളിൽ നിന്ന് ലഭിച്ച വിവരം അങ്ങനെയാണ്. ഇതിലിപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നത് ഈ ഗോവിന്ദച്ചാമി സെല്ല് മുറിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഇരുമ്പ് കമ്പി മുറിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധത്തെ സംബന്ധിച്ചാണ്. അതിൽ ഈ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സമിതിയും ആ സംശയം പങ്കുവച്ചിരുന്നു. അത്രയും ചെറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ബലമുള്ള ഇരുമ്പ് കമ്പി എങ്ങനെ മുറിക്കാൻ സാധിക്കും എന്ന സംശയമായിരുന്നു അന്ന് അന്നത്തെ കമ്മീഷൻ ഈ പങ്കുവച്ചിരുന്നത്. അതേ സംശയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും പങ്കുവെക്കുകയാണ്. ആ ആയുധം ഉപയോഗിച്ച് മാത്രമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയുധം ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്നതാണ് ക്രൈംബ്രാഞ്ച് സംഘം എന്തായാലും പറയുന്നത്. അത്തരം അന്വേഷണങ്ങളിലേക്ക് കൂടി ക്രൈംബ്രാഞ്ച് സംഘം കടന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും. അതിനുശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും എന്നതാണ് ക്രൈംബ്രാഞ്ച് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് ചേർന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് മിഥില ബാലൻ്റെ വാർത്ത അറിയിക്കുന്നു. കോഴിക്കോട് മീൻചന്തയിൽ തണൽ മരം കടപുഴകി വീണു. ശക്തമായ മഴയിൽ മീൻചന്ത ബസ് സ്റ്റോപ്പിന് സമീപമുള്ള വലിയ തണൽ മരമാണ് കടപുഴകി വീണത്. മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ തടസ്സം മാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് തത്സമയം ചേരുകയാണ്. മിഥില, ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല, വഴിതിരിച്ചു വിടുകയാണ്. ഇപ്പോൾ മീജന്ത മിനി ബൈപ്പാസ് വഴി വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. 8 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു തണൽമരം, വലിയ തണൽമരമാണ് അത് കടപുഴകി വീണത്. വലിയ രീതിയിലുള്ള കാറ്റും മഴയും ഇപ്പോൾ ആ മേഖലയിലുണ്ട്. കോഴിക്കോട് വൈകിട്ട് മുതൽ തന്നെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു കാറ്റും മഴയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് മലയോര മേഖലകളിൽ തുടരുന്നുണ്ട്. ഈ സമയത്താണ് മീഞ്ചന്ത ടൗണിൽ തന്നെയാണ്, മീഞ്ചന്ത അങ്ങാടിയിൽ തന്നെയാണ് ഇത്തരത്തിൽ തണൽമരം വീണത്. അത് വൈദ്യുതി കമ്പിയിലേക്കാണ് വീണത്. അതുകൊണ്ട് തന്നെ റോഡിലുണ്ടായിരുന്ന വാഹനങ്ങൾക്കൊന്നും കേടുപാടോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. വൈദ്യുതി പൂർണ്ണമായും അവിടെ നിലച്ചിരിക്കുകയാണ്. കാരണം വൈദ്യുതി ലൈനിലാണ് ഈ ഒരു മരം കടപുഴകി വീണിട്ടുള്ളത്. ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. അവർ മരം മുറിച്ചു മാറ്റാനുള്ള നടപടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്.
അല്പസമയത്തിനകം തന്നെ വലിയ കൂറ്റൻ മരമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും. അത് മുറിച്ചു മാറ്റാനുള്ള നടപടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അതുവഴി, അതായത് മീഞ്ചന്ത കല്ലായി റൂട്ടിലുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ മീഞ്ചന്ത മിനി ബൈപ്പാസ് വഴി വഴിതിരിച്ചു വിടുന്നുമുണ്ട്. SKN. ഓക്കെ, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ആദായനികുതി വകുപ്പിന് മുന്നിൽ പരാതി എത്തിയെന്ന ഒരു വാർത്ത അല്പം മുമ്പ് 24 ഈ പരിപാടിയിൽ സംപ്രേഷണം ചെയ്തു. ആ പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി SK അഭിജിത്താണ്. നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ KM അഭിജിത്ത് എന്ന തെറ്റായി പരാമർശിക്കുന്നു. അത് ഞാൻ തിരുത്തുന്നു. തെറ്റുപറ്റിയതിൽ ഖേദിക്കുന്നു. സംസ്ഥാനത്ത് ഹൃദയ ശസ്ത്രക്രിയ വീണ്ടും പ്രതിസന്ധിയിലേക്ക്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്ന ഉപകരണ വിതരണക്കാർ. കുടിശ്ശിക തീർക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. നടപടി സംസ്ഥാനത്തെ 3 മെഡിക്കൽ കോളേജുകളെ സാരമായി ബാധിക്കുമെന്ന് ബ്യൂറോ പറയുന്നു. തിരുവനന്തപുരത്ത് MG പ്രതീഷ് ടെലിഫോണിൽ ചേരുന്നു. പ്രതീഷ്, കൂടുതൽ വിവരങ്ങൾ, അപ്ഡേഷൻ. SKN തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിലാണ് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത്. കാരണം 21-ാം തീയതി ഈ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ തിരിച്ചെടുക്കുമെന്ന ഉപകരണ വിതരണക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കാത്തതിനെ തുടർന്നാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ ഉപകരണ വിതരണക്കാർ കടക്കുന്നത്. കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളെയും എറണാകുളം ജനറൽ ആശുപത്രിയെയും ഇത് സാരമായി ബാധിക്കുമെന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നേരത്തെ ഈ ആശുപത്രികളിൽ ഇറക്കുമതി ചെയ്തിരുന്നു. ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്നതാണ് ഇപ്പോൾ ഈ വിതരണ കമ്പനിക്കാർ നൽകുന്ന മുന്നറിയിപ്പ്. കുടിശ്ശിക പൂർണ്ണമായും തീർത്തില്ലെങ്കിൽ 21-ാം തീയതി ഈ ആശുപത്രികളിൽ നേരത്തെ സപ്ലൈ ചെയ്തിരുന്ന മുഴുവൻ ഉപകരണങ്ങളും തിരിച്ചെടുക്കാനാണ് കമ്പനിയുടെ തീരുമാനം. നേരത്തെ ഈ ആശുപത്രികളിൽ നൽകേണ്ട കുടിശ്ശിക നൽകാനുള്ള തീരുമാനമൊക്കെ സർക്കാർ തലത്തിൽ ആയിരുന്നു. പക്ഷേ അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അംഗീകരിച്ചില്ല. പൂർണ്ണമായും കുടിശ്ശിക നൽകാനും കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഈ വിതരണ കമ്പനിക്കാരും മുതിരുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മലയാളികൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ടാകും. എന്നാൽ അതിൽ ചില കാര്യമുണ്ടെന്നേ. ബീഹാറിൽ ഇക്കുറി ആര് വീഴും ആര് വാഴും. ബീഹാറിലെ രാഷ്ട്രീയം പറയുന്നു മലയാളി വോട്ടേഴ്സ്. പാറ്റ്നയിൽ നിന്ന് വിനീത വിജിയുടെ റിപ്പോർട്ട്. ബീഹാറിലെ മലയാളി വോട്ടർമാരുടെ മനസ്സിൽ എന്താണ്? ഇത്തവണ ബീഹാറിൽ ആര് വിജയക്കൊടി പാറിക്കും? ബീഹാറിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് മലയാളി വോട്ടർമാർ. രാഷ്ട്രീയം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വോട്ട് ബീഹാറിലാണ്, വോട്ട് ഇവിടെ തന്നെയാണ്. രാഷ്ട്രീയം എൻ്റെ ഭാഗം പറഞ്ഞാൽ ഞങ്ങളൊരു NDA ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വോട്ട് ചെയ്യാൻ. എന്തുകൊണ്ടാണ് NDA? വികസനം എന്നുള്ളത് കൊണ്ടാണ്. വികസനം മാത്രം, അതുകൊണ്ട് അത് ഒരേ ഒരു കാരണം, വികസനം. ഞാൻ 34 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. കാരണം ഞാൻ പണ്ട് ലാലുവിൻ്റെ സമയം ഇവിടെ കണ്ടതാണ്. 91 തൊട്ടിട്ട് 2005 വരെ വളരെ കഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വികസനം എന്ന് പറയുന്ന സംഭവം ഇവിടെ നമ്മൾ കാണുന്നത് റോഡുകളും ഈ പാലങ്ങളും എല്ലാം കാണുന്നത് ഈ 2005 ശേഷം വന്നത് സംഭവമാണ്. എങ്ങനെയാണ് ചേട്ടാ, ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? NDA തന്നെ വരണം എന്നാണ് അഭിപ്രായം? ഇന്ന് കൃത്യമായിട്ട് പറയത്തില്ല, രഹസ്യമാണ്. നല്ല രഹസ്യം ഒന്ന് പരസ്യമാക്കാമോ? പരസ്യം വികസനത്തിന് എപ്പോഴും മുൻതൂക്കം ഉണ്ടാകണം. പക്ഷേ ഇവിടുത്തെ നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല. ജാതി വ്യവസ്ഥ അനുസരിച്ചേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇത് ഏത് കാൻഡിഡേറ്റിനെ എടുക്കുന്നോ, ഏത് ജാതിയിൽപ്പെട്ടവനാണോ, അതാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ. അവസാനം വരുമ്പോഴത്തേക്കും വികസനം എന്നൊക്കെ ഒരു ഭാഗം, ഒരു പരിധിവരെ അതിനുള്ള കാര്യങ്ങളുള്ളൂ. എങ്ങനെയാണ് വൈകുന്നേരം ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തില്ലെങ്കിൽ? ചെറുതായിട്ടൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ബീഹാറിലെ രാഷ്ട്രീയം ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് 2 മുന്നണിക്കും സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ട്. പ്രശാന്ത് കിഷോർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. വികസനം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നല്ല വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അത് വോട്ടിലേക്ക് മാറുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇത്തവണ ബീഹാറിൽ ആര് വിജയിക്കും എന്നാണ്, ആർക്കാണ് സാധ്യത? തുല്യമായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പം നിൽക്കുന്നത്. പിന്നെ വോട്ട് എങ്ങോട്ട് മറിയുമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ജാതി വ്യവസ്ഥയിലാണെല്ലാം, അടിയൊരു ജാതി വ്യവസ്ഥയിൽ കൂടിയാണ് വോട്ട് നടക്കുന്നത്. എങ്ങനെയാണ് ബീഹാറിലെ രാഷ്ട്രീയം? രാഷ്ട്രീയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP കുറച്ച് സീറ്റ് പിടിക്കും. പിന്നെ JDUവിന് സീറ്റുണ്ട്. അവർ രണ്ടുപേരും കൂടി നിൽക്കുക, അവരുടെ സർക്കാരാണ് വരാൻ സാധ്യത കൂടുതലും. ആർക്കാണ് സാധ്യത? ഞാനൊരു NDA ഫാനാണ്. ഞാൻ അതുകൊണ്ട് NDA തന്നെ വരാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ആക്ച്വലി കോൺഗ്രസിൻ്റെ ഭരണം ഇവിടെ കണ്ടിട്ടുണ്ട്, ലാലു പ്രസാദിൻ്റെ ഭരണം എല്ലാം ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബീഹാറിൽ നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം ഈ 2005 ശേഷമുള്ള ഡെവലപ്മെൻറ്റാണ്.
അങ്ങനെ തന്നെയാണ് അഭിപ്രായം? ഞാനും അതോട് യോജിക്കുന്നു. അതാണ് അടുത്തടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും വ്യത്യസ്ത അഭിപ്രായമാണ് നമ്മുടെ മലയാളി വോട്ടർമാർ ബീഹാറിൽ ഇങ്ങനെ ഇരുന്ന് വൈകിട്ട് അവരൊരു രാഷ്ട്രീയ ചർച്ചയിലൊക്കെയാണ്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. പട്നയിൽ നിന്ന് ക്യാമറമാൻ ജിജീന്ദറിനൊപ്പം വിനീത വിജി, 24. RSS ശാഖയിൽ പീഡനം നേരിട്ടെന്നാരോപിച്ച് കോട്ടയം സ്വദേശി അനന്തു അജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുക്കാൻ നിയമോപദേശം ലഭിച്ചു. പീഡനത്തിന് കേസെടുക്കാമെന്നും പൊൻകുന്നം പോലീസിന് കേസ് കൈമാറണമെന്നുമാണ് നിയമോപദേശം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ചും നടത്തി. ഇന്നലെയാണ് നിതീഷ് മുരളീധരന്റെ പേരടക്കം പരാമർശിച്ചുള്ള അനന്തു അജിയുടെ വീഡിയോ പുറത്തു വന്നത്. പിന്നാലെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അതേസമയം ആരോപണ വിധേയനായ നിതീഷ് മുരളീധരൻ ഒളിവിൽ പോയെന്നാണ് സൂചന. സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്തുവെന്നും വിവരമുണ്ട്. സംഭവത്തിൽ പോലീസിന് വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. RSS ക്യാമ്പുകളിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണം. ഇത് ചെയ്ത ആളുകളെ പോലീസ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഡിവൈഎഫ്ഐ. ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. വിവാദങ്ങളിൽ BJPയുടെ മറുപടി ഇങ്ങനെ: അന്വേഷിക്കട്ടെ, സംസ്ഥാന സർക്കാരല്ലേ അന്വേഷിക്കേണ്ടത്, അന്വേഷിക്കാമല്ലോ, അതിനെന്താ വിരോധം? അന്വേഷിക്കണമെന്ന് RS തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോട്ടയം പൊൻകുന്നത്ത് ഡിവൈഎഫ്ഐയും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി. കാഞ്ഞിരപ്പള്ളിയിലെ നിതീഷ് മുരളീധരന്റെ കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. കോട്ടയം. മറ്റൊരു വാർത്തയിലേക്ക് 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ തമിഴ്നാട് സ്വദേശിയായ തൊഴിലാളിയുടെ മില്ലുടമയുടെ കൊടും ക്രൂരത. 2 കൊല്ലമായി ശമ്പളം നൽകാതെയും സ്ഥാപനത്തിൽ നിന്ന് പുറത്തുവിടാതെയും ക്രൂരമായി പീഡിപ്പിച്ചു. മില്ലുടമ തുഷാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഈ സ്ഥാപനം തിരുവനന്തപുരം കോർപ്പറേഷൻ പൂട്ടിച്ചു. 1.5 വർഷം മുൻപാണ് തെങ്കാശി സ്വദേശിയായ ബാലകൃഷ്ണൻ വട്ടിയൂർക്കാവിലെ പൗർണമി ഫുഡ് ഉൽപാദന കേന്ദ്രത്തിൽ ജോലിക്കെത്തിയത്. അന്നു മുതൽ തുടങ്ങിയതാണ് പീഡനം. ശമ്പളം നൽകാതെ ജോലി ചെയ്യിപ്പിച്ചു, പുറത്തുവിട്ടില്ല. കഴിഞ്ഞ ദിവസം ഭക്ഷണം ചോദിച്ചതിന് ക്രൂരമായി മർദ്ദിച്ചു. ഇത് എത്ര നാളുകൊണ്ട് ഇങ്ങനെ പൂട്ടിയിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നു? കുറേ ദിവസമായിട്ട് വീട്ടിൽ ഭക്ഷണം അങ്ങനെ തരാറുണ്ടോ? ബെൽറ്റ് കൊണ്ട് അടിക്കും. നമ്മട്ടിയിട്ട് വെട്ടിയെന്നാ പറയുന്ന പുള്ളി. സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാർ ബാലകൃഷ്ണന്റെ ദുരവസ്ഥ കണ്ട് ഞെട്ടി. ശരീരമാസകലം മുറിവുകൾ, പലതും പഴുത്ത് പൊട്ടിയൊലിച്ച അവസ്ഥയിൽ, കൈവിരലുകൾ ഒടിഞ്ഞ് എല്ല് പുറത്ത് കാണാവുന്ന സ്ഥിതി. അത് ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് മൺമട്ടി കൊണ്ട് വെട്ടിയതെന്ന് പറഞ്ഞു കൈ. അപ്പം ഞാൻ ചോദിച്ചു മുഖത്ത് തേങ്ങ കൊണ്ട് അടിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇങ്ങനെ കവിളി വീങ്ങിയിട്ട് അപ്പം അവിടെ നിന്നോട്ട് ആരടുത്തും സംസാരിക്കാതെ എൻ്റെ അടുത്ത് മാത്രമേ അവർ സംസാരിച്ചുള്ളൂ. ബെൽറ്റിന് പുള്ളിയെ മർദ്ദിക്കുകയും പിന്നെ ആഹാരം കൊടുക്കത്തില്ല, പിന്നെ ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ പൂട്ടിയിട്ട് മർദ്ദിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത്. ലൈസൻസ് പോലും സ്ഥാപനത്തിനുണ്ടായിരുന്നില്ല. ഒടുവിൽ കോർപ്പറേഷൻ ഈ സ്ഥാപനം പൂട്ടിച്ചു. ലൈസൻസ് ഇല്ലെന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പൂട്ടേണ്ട ഗതിന് വരും. ബാലകൃഷ്ണൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഥാപന ഉടമ വട്ടിയൂർക്കാവ് സ്വദേശി തുഷാന്തിനെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഹീറോയാണ് ഇപ്പോൾ പോർട്ടറായ രമേശ്. ഇന്ന് രാവിലെ ട്രെയിനിലും പ്ലാറ്റ്ഫോമിനും ഇടയിൽ അപകടത്തിൽപ്പെട്ടുപോയ ഒരു 67കാരനെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചു കയറ്റി ഈ പോർട്ടർ രമേശ്. കണ്ടപ്പോൾ ഭയം തോന്നിയെന്നും രക്ഷിക്കണമെന്ന് തീരുമാനിച്ച് ഓടിച്ചെല്ലുകയായിരുന്നെന്നും രമേശ് 24നോട് പറഞ്ഞു. ആൻമരിയ സണ്ണിയുടെ റിപ്പോർട്ട്. പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽപ്പെട്ട 67കാരനായിട്ടുള്ള ആൾക്ക് അപകടമുണ്ടാകുന്നു. ഈ ഒരു സമയത്ത് കൃത്യസമയത്ത് ഭയമൊന്നും കൂടാതെ ആ സ്ഥലത്തെത്തി ആ വ്യക്തിയെ അവിടെ നിന്ന് സുരക്ഷിതമായിട്ടേക്ക് മാറ്റുന്നത് പോർട്ടർ ആയിട്ടുള്ള രമേശാണ്. നമ്മളോടൊപ്പം രമേശാണ് ഇപ്പോൾ ഉള്ളത്. ആർക്കും ആ ഒരു സമയത്ത് പെട്ടെന്നൊരു ഭയം തോന്നും, എന്ത് ചെയ്യണമെന്നൊരു ഭയം തോന്നും. കൃത്യമായിട്ടൊരു ഇടപെടൽ ഉണ്ടാകുന്നു. എന്താ തോന്നില്ല, ആളിന്ന് ഇറങ്ങി വരാനാണ് ഇപ്പോൾ രക്ഷിക്കണമെന്ന് തോന്നി. രക്ഷിച്ചു. എൻ്റെ ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ ഇത്ര നാളത്തെ ഇടയിൽ ഒരാളെ രക്ഷിക്കുന്നത്. ഭയം ഉണ്ടായിരുന്നു, പക്ഷേ പിടിച്ചപ്പോൾ ആൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു, വലിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോമിലേക്ക്. ഒരു കുഴപ്പമില്ലാണ്ട് നിന്നു.
ആള് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുന്നതാ? സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ വണ്ടി മൂവായപ്പോൾ ചാടി കയറിയതാണ്. അപ്പോൾ പിടിവിട്ട് ആള് ട്രെയിനിൽ നിന്ന് പിടിവിട്ടില്ല, ഇഴുകി നിന്ന്. അപ്പോൾ പ്ലാറ്റ്ഫോമോടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയ ആളാണ്. കുറച്ച് ദൂരം അങ്ങനെ പോകും. പോയി. അപ്പോൾ ഞാൻ ആ അറ്റന്ന് ഞങ്ങൾ വരായിരുന്നു. പണ്ട് ഒരു ഉന്തുവണ്ടിയായിട്ട് വരണതാണ്. ആ സൈഡിൽ ഒതുക്കി വെച്ച് കൈമ പിടിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട ആൾ. ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ ഭയങ്കര അഭിനന്ദനമൊക്കെയാണ്. ആ വരുന്നുണ്ട്. രമേശ് ചേട്ടൻ ഇപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഹീറോ ആണെന്നൊക്കെ പറയുന്നത്. ഹീറോ എന്നല്ല, വിളിക്കേണ്ട ആൾക്കാർ അഭിനന്ദനമൊക്കെ പറഞ്ഞു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു പേടി തോന്നി? പേടി തോന്നിയില്ല, പക്ഷേ ആരും ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഞാനത് ഒതുക്കി വെച്ച് ഞാൻ ചെയ്തു. കുറേ ആൾക്കാർ നോക്കിക്കണം, ഓളിടലും നോക്കിക്കണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തു. എന്തായാലും രമേശ് ചേട്ടൻ ഇപ്പം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ എല്ലാവർക്കും ഇടയിൽ ഒരു സൂപ്പർ ഹീറോയായി മാറിയിരിക്കുകയാണ്. അപകടമുണ്ടായ ആൾക്ക് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. ആ ട്രെയിനിൽ തന്നെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഹീറോയായി മാറിയിരിക്കുകയാണ് രമേശ് ചേട്ടൻ ഇപ്പോൾ. ക്യാമറാമാൻ അതീഷിനൊപ്പം കൊച്ചിയിൽ നിന്ന് മാൻമരിയ സണ്ണി, 24. എന്തായാലും നന്നായി. കാര്യം സംയോജിതമായ ഒരു ഇടപെടൽ കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളും ഈ വണ്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് സ്ഥലത്തെത്താൻ കഴിയില്ല എന്ന ആശങ്കയിൽ വണ്ടിയിൽ പിടിച്ച് കയറുകയും പലപ്പോഴും പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണം. വണ്ടി പോയാൽ വണ്ടി അങ്ങ് പോകത്തേ ഉള്ളൂ, നമ്മുടെ ജീവിതം പോകില്ലല്ലോ. പക്ഷേ എന്നേക്കുമായി ജീവിതം പോയാലോ? അതുകൊണ്ട് ഈ വണ്ടി പോകട്ടെ, അടുത്ത വണ്ടി പിന്നാലെ വരും. ഇത്തിരി ബുദ്ധിമുട്ടാകും, എന്നാലും വേണ്ടില്ല, ജീവൻ ബാക്കി കിടക്കും എന്നൊരു ചിന്ത വേണം. ബൈക്ക് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച മലയൻകീഴ് സ്വദേശി അമൽ ബാബുവിൻ്റെ ഹൃദയം ഇപ്പോൾ മലപ്പുറത്തെ അജ്മലിൻ്റെ ശരീരത്തിൽ മിടിച്ചു തുടങ്ങി. എറണാകുളം ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ഹൃദയം മാറ്റ ശസ്ത്രക്രിയ നടന്നത്. ആകാശമാർഗമാണ് ഹൃദയം കൊച്ചിയിൽ എത്തിച്ചത്. ബൈക്ക് അപകടത്തിലാണ് മലയൻകീഴ് സ്വദേശി 25-കാരൻ അമൽ ബാബുവിന് ജീവൻ നഷ്ടമായത്. മകന്റെ വേർപാട് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. ആ സങ്കടം ഉള്ളിലൊതുക്കിയാണ് അമലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തയ്യാറായത്. എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവൻ്റെ അമ്മ ഉറപ്പുവരുത്തി. ജീവിക്കണം, അവനിലൂടെ 5-6 പേര് ജീവിക്കട്ടെ എന്നുള്ള ഒരു മനസ്സ് വന്നതുകൊണ്ട് ഞങ്ങൾ ഡൊണേഷനായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചതാണ്. കാരണം ഇതൊരു നല്ല കാര്യമായതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചാണ്. 5-6 പേര് ജീവിക്കട്ടെ. തിരുവനന്തപുരത്തു നിന്ന് എയർ ആംബുലൻസ് വഴിയാണ് അമലിന്റെ ഹൃദയം കൊച്ചിയിലെത്തിച്ചത്. 4 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം മലപ്പുറം സ്വദേശി അജ്മലിൽ അമലിന്റെ ഹൃദയം മിടിച്ചു തുടങ്ങി. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു 33-കാരനായ അജ്മൽ. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. അമലിന്റെ കരൾ, വൃക്കകൾ എന്നിവയും ദാനം ചെയ്തിട്ടുണ്ട്. 4 പേർക്ക് പുതുജീവനേകിയ അമൽ ബാബുവിന്റെ സംസ്കാരം നാളെ തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. 24 കൊച്ചി. എന്തായാലും ഓരോ ശസ്ത്രക്രിയയും ഓരോ വിജയഗാഥയാക്കി മാറ്റുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും കമ്മിറ്റ്മെൻറ്റ് ടു ദ ജോബ്, കമ്മിറ്റ്മെൻറ്റ് ടു ദ സൊസൈറ്റി, ദാറ്റ് വി ഷുഡ് റെസ്പെക്ട്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.